വാത്തിക്കുടി പഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ജോസ്മി ജോർജാണ് പ്രസിഡന്റ്. മുൻ പ്രസിഡന്റ് സിന്ധു ജോസ് അയോഗ്യയായതോടുകൂടിയാണ് ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. CPM അംഗം ലൈല മണി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് LDF-നെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. വാത്തിക്കുടി പഞ്ചായത്തിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഭരണം UDF-നായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സിന്ധു ജോസും തെരേസ രാരിച്ചനും കൂറുമാറിയതോടുകൂടി ഇവിടെ UDF-ന് ഭരണം നഷ്ടമാവുകയായിരുന്നു. കൂറുമാറിയ സിന്ധു ജോസ് പ്രസിഡന്റായി തുടരുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസ് അംഗമായ ഡിക് ക്ലാർക്ക് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. തുടർന്നാണ് സമീപ ദിവസം സിന്ധു ജോസിനെ അയോഗ്യയാക്കിയത്. ഇതേ തുടർന്നാണ് ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സിന്ധു ജോസിനൊപ്പം കൂറുമാറിയ തെരേസ രാരിച്ചൻ തിരിച്ച് UDF-ന് വോട്ട് ചെയ്യുകയും CPM അംഗമായിരുന്ന ലൈലാമണി കോടങ്കയത്ത് അപ്രതീക്ഷിതമായി വിട്ടുനിന്നതും LDF-ന് ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായി. ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജോസ്മി ജോർജിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്ത് ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ ഒരാൾ പങ്കെടുക്കാതിരിക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റായിരുന്ന സിന്ധു ജോസ് ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യയാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നമുക്കറിയാം, ഐക്യ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയും അവിടെ കഴിഞ്ഞ 4 വർഷമായി ഭരണം നടത്തുകയും ചെയ്ത സിന്ധു ജോസിന്റെ ഭരണം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് കാരണമാവുകയാണ് ചെയ്തത്. 18 അംഗങ്ങളിൽ UDF അംഗമായ മിനി ഷാജി വിദേശത്തായതും സിന്ധു ജോസ് അയോഗ്യയായതും മാറ്റി നിർത്തിയാൽ 16 അംഗങ്ങളാണ് ഇവിടെയുള്ളത്. ഈ കണക്ക് വെച്ച് LDF-ന് 8, UDF-ന് 7 എന്നതായിരുന്നു LDF-ന്റെ പ്രതീക്ഷ. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ച് UDF 8 വോട്ടുകൾ നേടി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. CPM അംഗം വിട്ടുനിന്നത് LDF-ൽ അമ്പരപ്പുളവാക്കി. അപ്രതീക്ഷിതമായിരുന്നു CPM അംഗം ലൈലാമണി കോടങ്കയത്തിന്റെ നടപടി. സേനാപതി വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് പ്രതിനിധി ജോസ്മി ജോർജാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഭരണനഷ്ടം സംബന്ധിച്ച് LDF പ്രതികരിച്ചിട്ടില്ല. UDF ആകട്ടെ മുരിക്കാശ്ശേരി ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ബിജു വൈച്ചൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.